എല്ലാവരും ബ്രിഗേഡും ബാംഗ്ലൂരൊക്കെ വെച്ച് പകുതി പേര് പോവാണ്, പകുതി പേര് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു അവസാനത്തെ ഒരു കൂടലിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലെ അവസാന കാലമാണല്ലോ ബാംഗ്ലൂർ എല്ലാരും കൂടെ. അപ്പൊ ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ വന്ന ശേഷമുള്ള എക്സ്പീരിയൻസുകളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് അത് ഞാൻ മേഘനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. കമോൺ. നീ ബാംഗ്ലൂർ വന്നിട്ട് ലൈഫിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വന്നിട്ട് എന്തൊക്കെ നിനക്ക് ഫീൽ ചെയ്തു? നല്ലത് എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തിയത് ഭയങ്കരമായ ഒരു ബബിളിൽ നിർത്തിയിട്ടാണ്. ലോകം മുഴുവൻ നല്ല സ്ഥലമാണ്, നമ്മളെല്ലാവരോടും നന്നായിട്ട് പെരുമാറി, അവർ തിരിച്ച് നമ്മളോട് നന്നായിട്ട് പെരുമാറുള്ളൂ, ഭയങ്കര സേഫാണ്, സെക്യൂർ ആണെന്നൊക്കെ പറഞ്ഞ് ആണ് എന്നെ വളർത്തിയത്. ഇവിടെ വന്നതിന് ശേഷം സകലാണോ മുമ്പലാണെന്ന് എനിക്ക് മനസ്സിലായി. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, നമ്മളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പാകത്തിന് ആരും ലോകത്തില്ല. ആരുടെ അടുത്തൊന്നും എക്സ്പെക്ടേഷൻ വെക്കരുത്, ആരെയും അളവില്ലാതെ സ്നേഹിക്കരുത്, ആരോടും കൂടുതൽ കൈൻഡ് ആവാൻ പോരുത്, ഒന്നും ചെയ്യരുത്. ഐ നോ ഇറ്റ് സൗണ്ട്സ് ശോകം, പക്ഷേ ഇറ്റ്സ് ദ ട്രൂത്ത്. നല്ലൊരു ഉപദേശമാണ്. എല്ലാവരും ഒരു കൈയടി. അടുത്തതായി നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളെന്ന നിലയ്ക്ക് നമ്മൾ കവട്ടയെ ക്ഷണിക്കുന്നു. അപ്പം 12 വർഷം KV പഠിച്ചതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് എത്തി. 12 വർഷമായിരുന്നു ഞാൻ KV പഠിച്ചത്. LKG UKG ആർക്കേഞ്ചൽസ് പബ്ലിക്. എന്നിട്ട് 12ാം ക്ലാസ്സിൽ അടിപൊളി ബ്രേക്കപ്പ് ആയിട്ടാണ് ഞാൻ ബാംഗ്ലൂരേക്ക് വന്നത്. അതിനുശേഷം ഇത് മൊത്തം ഒരു ഹിസ്റ്ററിയാണ്. അതിന് മൊത്തം ഒരു പോൺഹപ്പിന്റെ ഹിസ്റ്ററി പോലെ നീ ഒരു പരവേടിയായി അല്ലേ? കമോൺ, അതാണ് നമുക്ക് വേണ്ടത്. ഇത് കഥ ഫസ്റ്റ് ഇയറിൽ എല്ലാം മുമ്പിലും കിട്ടി. ഇനിയിപ്പോ നല്ല ഉപയോഗിക്കൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ബാംഗ്ലൂർ ശരിക്കും എൻജോയ് ചെയ്തു. I thought I fucked Bangalore, but I understood Bangalore fucked me. അടുത്തായി ആദിലിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്റ്റേജിലേക്ക്. ഹലോ ഗൈസ്, കുറച്ച് പേർക്ക് എന്നെ അറിയാം, കുറച്ച് പേർക്ക് എന്നെ അറിയില്ല. ഈ നായിന്റെ പ്രസന്റേഷനെ പോലും ഇത്ര പേർക്ക് പറഞ്ഞില്ല. ഗൈസ്, ഞാൻ ആദിൽ. യൂട്യൂബോ? ഞാനിവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊട്ടി ബ്രേക്കപ്പ് സ്റ്റോറി. ബ്രേക്കപ്പ് സ്റ്റോറി ഇല്ല, അവള് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു. അവളെ എന്താ പറഞ്ഞപ്പോ അവിടുന്ന് അവിടെ പോയാൽ സൂക്ഷിക്കാൻ വന്നാൽ ഇതാക്കാം. ഞാൻ വന്നപ്പോ ഞാനിവിടെ പെട്ടുപോയി. പക്ഷെ ഈ 4 വർഷത്തിൽ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പാണ് ഇപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ഇഷ്ടംപോലെ ഇവര് നിങ്ങളല്ലാതെയും വേറെ ഇഷ്ടംപോലെ കണക്ഷൻസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാക്കാൻ ആ ഒരു ഫുട്ബോളും കളിക്കാൻ പറ്റി. എന്തായാലും എന്തൊക്കെ മോശമായാലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ജയിലിൽ വന്നത്. അപ്പോ അടുത്തതായി നമുക്ക് സുപരിചിതമായ മലയാളി അല്ലെങ്കിലും കന്നഡക്കാരനായിട്ടും കൂട്ടാൻ പറ്റാത്ത എവിടെയും പെടാത്തവനായിട്ട് നമ്മുടെ സ്വന്തം ആത്മാവിനെ ഞാൻ സ്റ്റേജിലേക്ക് ടെസ്റ്റുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ബാംഗ്ലൂരിൽ ജയിലിലേക്ക്. അല്ല, ഒരു സർപ്രൈസ് ആയിരുന്നു. ക്രൈസ്റ്റിൽ കിട്ടിയില്ല മുമ്പിൽ, എന്നിട്ടാണ് ജയിലിൽ വന്നത്. എന്നിട്ട് ഇവരെയൊക്കെ ലേറ്റ് ആയിട്ടാണെങ്കിൽ പരിചയപ്പെട്ടതെങ്കിലും ഉണ്ണിയുടെ ക്ലാസ്സിൽ ഞാൻ കയറി ഇറങ്ങുമായിരുന്നെങ്കിലും അവനെ അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് അവര് പരിചയപ്പെട്ടത്, അത് ആദിൽ വഴി. ആദിൽ എന്റെ ക്ലാസ് ആയിട്ട് പോലും അവനെ എനിക്ക് അറിയില്ലായിരുന്നു. ഒരു വർഷം ഫുട്ബോൾ ടീം ഒരേ കാര്യം കൊണ്ടാണ് ആദിലിനെ ഞാൻ പരിചയപ്പെട്ടത്. അതിനുശേഷം ഉണ്ണിയുമായിട്ട് ഒരു അപ്രതീക്ഷിതമായ ഒരു ബന്ധം. ഒരു റൂമില്ലാതെ കിടന്നിരുന്ന് ഞാൻ സത്യം ഒരു റെയിനി ഡേയിൽ എന്റെ ഉള്ളിൽ കയറ്റിയ ഉണ്ണിയും നല്ല രീതിയിൽ എടുക്കണം. അങ്ങനെയാണ് അവരെ കണ്ടുമുട്ടിയത്. അതിനുശേഷം ഇന്നുമായിരിക്കും ഞങ്ങൾ അടിച്ചുപൊളിച്ചാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല. കൊണുവിനെയും എന്റെ ക്ലാസ്സിലായിരുന്നെങ്കിലും അവര് കൊണ്ടയാണെങ്കിലും എന്റെ ശിഷ്യനാണ്. ഞാൻ അവര് അത്രത്തോളം സ്നേഹിക്കുന്നു. മനസ്സുവിനെ ഞാൻ വഴിയാണ് കണ്ടതെങ്കിലും ഇവിടെ ഇരുന്ന് വെള്ളമടിക്കുന്നു, കവട്ടേര് വെള്ളമടിക്കുന്നു. ഇന്ന് ഏറോന് ഇതേപോലെ മാധവും ആദ്യം വഴിയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നെങ്കിലും
വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. ഇന്നും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പുവിനെ പിന്നെ ഒന്നും പറയണ്ട, എന്നെ ഒരു ഗുണ്ടയാണെങ്കിലും ഞങ്ങൾ ഒരേ വൈബായതുകൊണ്ട് ഞങ്ങൾ ഇന്നും പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവൻ കൊണ്ട, ഞാൻ നല്ലവൻ. ഇതൊരു ലേറ്റ് അപരാധിയാണെങ്കിലും ഒരു നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായി ജോലിക്ക് കയറിയ മനസ്സിനെ നമ്മൾ കൂട്ടുന്നില്ല, മനസ്സ് ജെയിൻ. ഈ ജെയിനിലുള്ള ഇവന്മാരുടെ ഈ കൊപ്പട്ടം കൂട്ടത്തിൽ ആദ്യമായിട്ട് ജോലി കിട്ടിയ ആദ്യത്തെ ആദ്യമായിട്ട് ജോലി കിട്ടിയ നമ്മുടെ എംപ്ലോയി ഓഫ് ദ ഇയർ അവാർഡ് നമ്മള് കുണിന് കൊടുക്കുന്നതിനോടൊപ്പം അവനെ ക്ഷണിക്കുകയാണ്. മൈക്ക് കൈമാറും. എന്താ മൈക്ക്? ഞാനൊന്നും പ്രതീക്ഷിക്കാതെയാണ് ബാംഗ്ലൂരിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്ലാൻ ഇല്ലാണ്ടാണ് നിന്നത്. അപ്പോൾ എന്റെ കൂട്ടുകാരി ആത്മഹത്യ പ്ലാൻ അപ്പൊ എന്റെ കൂട്ടുകാരി പ്രകാരമാണ് ഞാൻ ബാംഗ്ലൂരിൽ അവര് കാരണമാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ എത്തിയത്. എത്തിയപ്പം ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ ജയിലിൽ കയറിയത്. പിന്നെന്തോ പ്രതീക്ഷ വന്നു ഇടയിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി മൈക്ക് കൊടുത്ത എന്റെ സ്നേഹമുള്ളവർ കുണുവെന്ന് വിളിക്കും. അതിലപ്പുറം സ്നേഹമുള്ളവര് എന്റെ സ്നേഹമുള്ളവർ കുണുവെന്ന് വിളിക്കും. അങ്ങനെ ഒരു 3 വർഷം ഞാൻ ഇവിടെ ബെരേഗി ജെയിൻ കോളേജിൽ ഹോസ്റ്റലിലും ഏറ്റവും കൂടുതൽ ബെരേഗിന്റെ അവാർഡ് എനിക്കാണ് കാരക്കോട് തന്നിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞില്ല. പിന്നെ എനിക്കൊരു ഫ്രണ്ട് സെറ്റപ്പ് ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തെലുങ്കുമാരും കൂടെ കൊണ്ടുവരുന്നുണ്ടോ? എന്നിട്ട് അങ്ങനെ 3 വർഷം ഞാൻ പഠിച്ചു, ഒരു ജോലി നേടി. അങ്ങനെ എന്തോ ഇത് സംഭവിച്ചോണ്ടാണ് ജോലി നേടി. ഞാൻ എന്റെ ജയിലിലെ എല്ലാം പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെണ്ണ് കിട്ടിയോ? പിന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. നമുക്ക് ഭാവിയിൽ നേടാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവസാനം ഞാൻ മൈക്ക് കൈമാറുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മിനി ചെറിയ ഒരു ഏറ്റവും വലിയ മനസ്സിനോട് പറയാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വെറും മനയ്ക്ക് നമ്മൾ സൈലന്റ് പറയുന്ന കേൾക്കാം. ദുബായിൽ അരിഞ്ഞ് തിരിഞ്ഞ് അവസാനം എത്തിയ സ്ഥലമാണ് ഒരു ഫാമിലി ഫ്രണ്ട് വഴി. അവനെ ഇന്നും ഞാൻ വിളിച്ചു തെറി പറഞ്ഞിട്ടുള്ളൂ ഈ കോളേജ് സർവീസ്. പിന്നെന്താണ്, പിന്നെ നല്ല കൂട്ടുകാരി കിട്ടി. അത് ഇന്ന് ഞാൻ കണ്ടു. അത് ഞാൻ എപ്പോ നേരിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ തലവരെ പേര് എടുത്തു നമുക്കൊരു ഫ്രണ്ട് സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് വഴുതി മാറി വേറൊരു സെറ്റപ്പ് രണ്ടാമത്തെ വല്ലാത്തൊരു സെറ്റപ്പ് അതോടെ ഞാൻ ജീവിതം പഠിച്ചു. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ അവസാനം എത്തിയ സർക്കിളിൽ എന്നെ തിരിച്ചെത്തി. അതെ, അതല്ലേ ലൈഫ് ഈസ് എ സർക്കിൾ. ജോലി മാത്രം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, അതിവിടെ ആർക്കും കിട്ടിയില്ലല്ലോ. ആകെ കുണ്ണക്കുണ്ണന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. നമ്മളൊക്കെ പുറത്ത്. അപ്പൊ തിരിക്കടി വേഗം അപരാധ പ്രസംഗം. പരിപാടി എന്ന് പറഞ്ഞാല് ജോലി വേണം. മതി, ബൈക്ക് എഴുതാം.
കൈയടിച്ച് കൊടുത്തേക്ക് വേണമെങ്കിൽ ക്യാമറ മാറ്റുന്നു. ഈ പറയുന്ന എല്ലാവരുടെയും ഒരു മ്യൂച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് ഉണ്ണി. മാധവാണ്. അപ്പൊ നമ്മൾ മാധവിനെ നമ്മൾ ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും അറിയാം. തൊട്ട് അറിയാം. എനിക്കറിയാം. ഞാൻ second year. എല്ലാവരും പരിചയപ്പെട്ടതിൽ നല്ല സന്തോഷമുണ്ട്. പറയ്. അതൊന്നുമില്ല, എന്റെ കഥ എല്ലാവർക്കും അറിയുന്നത്. യുദ്ധമൊന്നും കഴിഞ്ഞ് ഉക്രൈൻ വഴി ജയിലിൽ അവസാനം കണ്ടുപെട്ടത് കുണുവിനും കുളുവിന്റെ ഗുണം കാരണമാണ് ഞാൻ ബാക്കി എല്ലാവരും സൃഷ്ടിച്ചത് ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പൊ വരെ എല്ലാരും വന്നു പോയെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള കുണു മാത്രമേ ബാലൻസ് ഇതുവരെ പോയിട്ടില്ല. എന്റെ ഫസ്റ്റ് ഇയർ തൊട്ട് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഐ മീൻ എന്റെ അവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇപ്പോഴും എന്റെ ഉള്ളിൽ അവരെല്ലാവരും അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ആദ്യം പരിചയപ്പെട്ടത് എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആശിഷ് ഒരിക്കൽ രാത്രി മഴയുള്ള രാത്രി വീട്ടിലെ വാതിലെ കുട്ടി നീ ആരാ നിനക്ക് എന്തിനു വേണം അവൻ പറഞ്ഞു ഹൈറ്റിന്റെ ഡിസ്റ്റൻസിൽ ഒരു കിടക്ക മതി അത് ചോദിച്ചു ഉണ്ണി കൊടുത്തു. അതിനുശേഷം പിന്നെ ഈ കോളേജിൽ നിന്ന് വിട്ട എന്റെ ലൈഫ് മൊത്തം എനിക്ക് എല്ലാവരെയും ഒരു സപ്പോർട്ടായിട്ടുള്ള ആളാണ് ദയിരിക്കുന്നത്. സ്വന്തം അപ്പു. അവരുമാണെങ്കിലും എല്ലാത്തിനും ബെസ്റ്റ് കസിൻ ഓഫ് ദി ഇയർ. അവാർഡ് ഇവനുള്ളതുകൊണ്ടാണ് ഞാൻ പകുതി ഇമോഷണലി ഇതായി പോകുന്നത്, സർവൈവ് ചെയ്ത് പോകുന്നത്. പിന്നെ എയറോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ഒരു പ്രായത്തിലുള്ള എല്ലാം പറയാൻ പറ്റുന്ന, ഞാൻ ഇവരോടൊന്നും പറയാത്ത സീക്രട്സ് ഞാൻ മേഘനോട് പറഞ്ഞു. പറയാൻ പറ്റില്ല. അതിപ്പോ പറയാൻ ഊണ് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ തുറന്ന് സംസാരിക്കാറുള്ളത് എയറോയിട്ടാണ്. ബോധമില്ല. അല്ല അവൻ പറഞ്ഞ ഞാൻ അറിയില്ല. പിന്നെ ഹന്ന ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് എവിടെ മിസ്സിംഗ് ആയാലും പക്ഷെ അവളെ തിരിച്ചു വന്നു. Yes. കർമ്മ ഇസ് എ ബിറ്റ്. പിന്നെ മനസ്സിൽ ആഴ്ച പറഞ്ഞ പോലെ അപരാധിച്ച ദർശനം മനസ്സിനെ പറ്റി. അതെ, മനസ്സ് ജമ്മാണ്. സംഭവം ചാണകത്തിൽ ചവിട്ടി അത് കഴുകാൻ വേണ്ടി കേൾച്ചെന്ന ഒരു ജ്വല്ലറിയിലേക്കാണ് നമുക്ക് പറയാം. അതല്ലേ? ഇനി പറഞ്ഞ ഇനി പറയാണെങ്കിൽ ഒരുപാടുണ്ട്. പറഞ്ഞ നമുക്ക് ഈ വീഡിയോയിൽ നിൽക്കുന്നത് തോന്നുന്നില്ല. നമ്മുടെ കൂടെ അവസാനമായി ഒന്ന് കൂടാൻ വന്ന ഞാൻ മൈക്ക് കൊടുക്കുന്നു. അപരാധി അപ്പോ അത് തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അല്ലാണ്ട് സീരിയസ് ആയിട്ട് എല്ലാവരുടെ അടുത്തും എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം ഒരിക്കലും എന്റെ കസിന്റെ ഒരു വീട്ടിലേക്ക് 2 ദിവസം ചില്ല് ചെയ്യാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നു. പിന്നെ ഈ താങ്ക്സ് പറയണതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരാൾ പോലും തന്നെ ഓക്കെ മാധവിന്റെ കസിൻ എന്നുള്ള രീതിയിലല്ല കണ്ടിട്ടുള്ളത്. ഒരിക്കലല്ല. എല്ലാവരും സ്വന്തമായിട്ടുള്ള സ്വന്തം അപരാധി ഇത് വിളിക്കാൻ പറ്റുന്നവന്മാരാണ് എല്ലാവരും തിരിച്ചു. അപ്പോ ഇതുവരെ അങ്ങനെ ഒരു മാധവിന്റെ കസിൻ കാണാണ്ട് എന്നെ ഇത്രയും ഇതിലിപ്പോ എല്ലാരും പലരും അതിലായാലും എല്ലാരും വളരെ പേഴ്സണൽ എന്നോട് പറയുന്നു. ഇപ്പൊ നമ്മൾക്ക് ആ മനസ്സിനെ പരിചയപ്പെട്ടു. ഞാൻ വിചാരിച്ചു കണ്ടപ്പോ ഓഫീസിലൊക്കെ വർക്കണ ഭയങ്കര സീരിയസ് ആളാ വർത്താനം പറയാൻ പറ്റില്ല. പക്ഷെ കൗട്ടിയാണെന്ന് മനസ്സിലാക്കി അതെ കൗട്ടിയായത് മനസ്സിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. അപ്പോ എല്ലാവരോടും നന്ദി. എന്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വഴിയായിരുന്നു ഇത്. കോളേജിന്റെ ഇടയ്ക്ക് ബോറടിക്കുമ്പോ ഇവിടെ എത്തി പിന്നെ കോളേജിൽ പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇവിടെ വന്ന് 2 അപരാധിച്ച മനസ്സിലൊരു സമാധാനം. അങ്ങനെയാണ് നമ്മളിപ്പോ ഇത്രയും നാള് നമ്മുടെ ബാംഗ്ലൂർ ജീവിതം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ലതാക്കി തീർത്തതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടുകൂടി നമ്മുടെ ബാംഗ്ലൂർ ജീവിതത്തിന് ഒരു ചേസ്.
അവസാനിപ്പിക്കുന്നു. അപ്പൊ Guys, signing off. നീ CPM-ല് നല്ല പ്രാർത്ഥനയുണ്ടല്ലേ? സത്യം പറഞ്ഞത് അല്ലേ? അവരവരുടെ സംസാരത്തിൽ തിരിച്ചാ പോണം. ഞാൻ പിന്നെ അങ്ങനെ അവസാനം അങ്ങനെ അവസാനം പോവാണ്. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. വീടാ പറയൂ എല്ലാരും ബാക്ക് ടു